ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ചരിത്ര വഴികളിൽ ഇതുപോലൊരു അടിയൊഴുക്ക് ഭരണകൂടം ഇതിനു മുൻപ് കണ്ടിട്ടില്ല. കേവലം രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾക്കപ്പുറം തങ്ങളുടെ ഭാവി കവർന്നെടുക്കുന്ന അനീതികൾക്കെതിരെ ദില്ലിയുടെ തെരുവുകളിൽ ആഞ്ഞടിച്ച യുവജന പ്രക്ഷോഭം കേന്ദ്ര സർക്കാരിൻ്റെ അടിത്തറ തന്നെയാണ് പിടിച്ചുലച്ചിരിക്കുന്നത്. ഡൽഹി ജന്തർ മന്ദറിൽ ഉയർന്ന പ്രതിരോധത്തിൻ്റെ ശബ്ദം ഒടുവിൽ കേന്ദ്രമന്ത്രിയുടെ രാജിയിലാണ് കലാശിച്ചത്. എന്നാൽ അവിടം കൊണ്ടും ഈ പ്രക്ഷോഭ ജ്വാല അടങ്ങിയില്ല. ജാർഖണ്ഡിൽ തങ്ങളുടെ അവകാശങ്ങൾക്കായി തെരുവിലിറങ്ങിയ വിദ്യാർത്ഥികളും കേരളത്തിലെ പ്രമുഖ മെഡിക്കൽ കോളേജുകൾക്ക് മുന്നിലും ക്യാമ്പസുകളിലും പ്രക്ഷോഭം നടത്തുന്ന യുവാക്കൾക്കുമെല്ലാം ഒരേ സ്വരത്തിൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു: ഇത് കേവലം ഒരു സമരമല്ല, യുവത്വത്തിൻ്റെ അതിജീവന പോരാട്ടമാണ്. എന്നാൽ തങ്ങൾക്കെതിരെ തിരിഞ്ഞ ഈ കൂറ്റൻ ജനരോഷത്തെ കണ്ടില്ലെന്ന് നടിക്കാൻ ഭരണകൂടത്തിന് കഴിയില്ലായിരുന്നു. തെരുവിൽ ഉയർന്ന പ്രതിരോധങ്ങളെക്കാൾ സർക്കാരിന് ഭയപ്പെടുത്തിയത് ഡിജിറ്റൽ ലോകത്തെ പ്രതിഷേധക്കാറ്റിൻ്റെ ശക്തിയെ തന്നെയാണ്. ഇതോടെയാണ് കേന്ദ്ര സർക്കാർ തങ്ങളുടെ സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയ്ക്ക് കടിഞ്ഞാണിടാൻ കടുത്ത നടപടികളിലേക്ക് നീങ്ങിയത്. പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്ത്യക്കാരുടെ ഡിജിറ്റൽ ലോകത്ത് കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള വെട്ടിയൊതുക്കലുകളും സെൻസർഷിപ്പുമാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. 2026 മാർച്ച് മുതൽ ജൂലൈ വരെയുള്ള വെറും 5 മാസത്തിനിടെ കേന്ദ്ര സർക്കാർ സോഷ്യൽ മീഡിയ കമ്പനികൾക്ക് അയച്ചത് 1.94 ലക്ഷത്തിലധികം കണ്ടന്റ് ബ്ലോക്കിംഗ് ഉത്തരവുകളാണ്. അതായത് ശരാശരി കണക്കാക്കിയാൽ ഓരോ 68 സെക്കൻഡുകളിലും ഒരൊറ്റ ഗവൺമെൻറ് ബ്ലോക്കിംഗ് നോട്ടീസ് വിരൽത്തുമ്പലൂടെ കമ്പനികളുടെ മേശപ്പുറത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ്. മുൻ വർഷങ്ങളിൽ പ്രതിദിനം 6-7 ഉത്തരവുകൾ മാത്രം നൽകിയിരുന്ന സ്ഥാനത്താണ് ഈ അസാധാരണമായ കടന്നുകയറ്റം. ഇതിനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രത്യേകമായി നിർമ്മിച്ചെടുത്ത സഹയോഗ് പോർട്ടൽ എന്ന ഡിജിറ്റൽ ആയുധമാണ് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നത്. സാധാരണയായി IT നിയമത്തിലെ സെക്ഷൻ 69A പ്രകാരം പോസ്റ്റുകൾ ബ്ലോക്ക് ചെയ്യുമ്പോൾ കൃത്യമായ നിയമപരിശോധനയും ഉപയോക്താവിന് തങ്ങളുടെ ഭാഗം വിശദീകരിക്കാനുള്ള ഒരു അവസരവുമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇടനിലക്കാരായ സോഷ്യൽ മീഡിയ കമ്പനികളുടെ നിയമപരിരക്ഷ ചൂണ്ടിക്കാട്ടുന്ന സെക്ഷൻ 79(3)B മുൻനിർത്തിയാണ് ആഭ്യന്തര മന്ത്രാലയം ഈ ഭീഷണിക്ക് സമാനമായ നോട്ടീസുകൾ അയക്കുന്നത്. സർക്കാരിൻ്റെ നിർദ്ദേശം അനുസരിച്ചില്ല എങ്കിൽ കമ്പനികൾ നേരിട്ട് നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്ന ഭയത്താൽ ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ലിങ്കുകൾ യാതൊരു നിയമപരിശോധനയുമില്ലാതെ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നീക്കം ചെയ്യാൻ മെറ്റ ഉൾപ്പെടെയുള്ള വൻകിട കമ്പനികൾ നിർബന്ധിതരാവുകയാണ്. അതിലും ഞെട്ടിക്കുന്ന കാര്യം, ഈ വർഷം ഫെബ്രുവരിയിൽ കൊണ്ടുവന്ന പുതിയ ഭേദഗതി പ്രകാരം ഇത്തരം നോട്ടീസുകളിൽ നടപടിയെടുക്കാനുള്ള സമയപരിധി വെറും 2 മുതൽ 3 മണിക്കൂറായി ചുരുക്കി എന്നുള്ളതാണ്. ശതകോടിക്കണക്കിന് ഉപയോക്താക്കൾ പോസ്റ്റുകൾ ഇടുന്ന ഒരു രാജ്യത്ത് ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് മനുഷ്യരെ വെച്ച് പോസ്റ്റുകൾ പരിശോധിക്കുക അസാധ്യമായതോടെയാണ് മെറ്റ തങ്ങളുടെ സിസ്റ്റത്തിനെ കേന്ദ്രത്തിൻ്റെ സഹയോഗ് പോർട്ടലുമായി നേരിട്ട് API വഴി ബന്ധിപ്പിച്ചത്. ഫലമോ, കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്ന ലിങ്കുകൾ യാതൊരുവിധ മനുഷ്യ ഇടപെടലോ പരിശോധനയോ ഇല്ലാതെ നിമിഷ നേരം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു. ഈ ഡിജിറ്റൽ അടിയന്തരാവസ്ഥയിൽ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ടത് ഇൻസ്റ്റാഗ്രാമിലെ 1 ലക്ഷത്തോളം ലിങ്കുകളും ഫേസ്ബുക്കിലെ 80,000-ഓളം ലിങ്കുകളുമാണ്. സൈബർ കുറ്റകൃത്യങ്ങൾ തടയാനാണ് ഈ സംവിധാനമെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളും രാഷ്ട്രീയ വിമർശനങ്ങളും ജനകീയ പ്രതിഷേധങ്ങളുമാണ് ഇതിലൂടെ നിശബ്ദമായി വിരൽത്തുമ്പുകളിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുന്നത്. പൗരൻ്റെ ഭരണഘടനാപരമായ അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും സുപ്രീം കോടതി വിധികളെയും വെല്ലുവിളിച്ചുകൊണ്ട് നടക്കുന്ന ഈ ഡിജിറ്റൽ സെൻസർഷിപ്പ് വരും ദിവസങ്ങളിൽ രാജ്യത്ത് വലിയൊരു നിയമയുദ്ധത്തിനും വൻ രാഷ്ട്രീയ പോരിനുമായിരിക്കും വഴി തുറക്കാൻ പോകുന്നത്.